അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ റമദാൻ മാസത്തിൽ 3 കാര്യങ്ങളാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക. അതിലൊന്നാമത്തത് തിലാവത്താണ്, ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി. ഈ ഗ്രന്ഥം നൽകപ്പെട്ടവർ അവരത് പാരായണം ചെയ്യേണ്ട മുറയിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നതാണ്. ഒരു ഹർഫിന് 10 പ്രതിഫലമുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അപ്പം ആ ഖുർആൻ പാരായണം ധാരാളമായി നമ്മൾ ചെയ്യുക. ഈ റമദാൻ മാസത്തിൽ ഒരു ദിവസം ഞാൻ ഇത്ര പാരായണം ചെയ്യുമെന്നൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. രണ്ടാമതായി ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക തഹ്ഫീദാണ്. ആ ഖുർആനിൽ നിന്ന് റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ചെറിയ പോർഷനെങ്കിലും, ഒരു 10 ആയത്തോ അല്ലെങ്കിൽ ഒരു 50 ആയത്തോ അല്ലെങ്കിൽ ഖുർആന്റെ അവസാന ഭാഗത്തുള്ള ചെറിയ സൂറത്തുകളിൽ നമുക്കറിയാത്ത ഏതാനും സൂറത്തുകളോ അത് ഞാൻ ഹിഫ്ലാക്കും എന്ന തീരുമാനമെടുത്ത് ആ ഏതാനും സൂറത്തുകൾ നമ്മൾ പഠിക്കുക, ഏതാനും ആയത്തുകൾ നമ്മൾ പഠിക്കുക. ഇതാണ് തഹ്ഫീദ്. മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് തദബ്ബുറാണ്. നമ്മൾ ഈ ഓതുന്ന ആയത്തുകൾ, പഠിക്കുന്ന ആയത്തുകൾ, ഹിഫ്ലാക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ എന്നോട് എന്താണ് പറയുന്നത്, അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുക, ആ ആയത്ത് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തെയാണ് തദബ്ബുർ എന്ന് പറയുക. ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിറയണം നമ്മുടെ ഈ പരിശുദ്ധ റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിലാവത്തിലൂടെയും തഹ്ഫീദിലൂടെയും തദബ്ബുറിലൂടെയും ഈ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.